കുവൈത്തിലെ ഹോട്ടൽ വ്യവസായി സൂരജ് ലാമയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് കളമശ്ശേരി സർക്കാർ മെഡിക്കൽ കോളേജിനും പോലീസിനുമെതിരെ ഗുരുതര ആരോപണവുമായി മകൻ സാന്റൺ ലാബ. നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് പിതാവിനെ മെഡിക്കൽ കോളേജിൽ നിന്ന് വിട്ടയച്ചത് എന്ന് സാന്റൺ ലാമ പറഞ്ഞു. മുഴുവൻ സിസ്റ്റത്തിന്റെ വീഴ്ചയാണ് ഉണ്ടായത് എന്നും അദ്ദേഹം ആരോപിച്ചു. അതേസമയം സൂരജ് ലാമ തിരോധാന കേസിൽ മകൻ നൽകിയ ഹർജിയിൽ പോലീസിനും സർക്കാരിനുമെതിരെ ഹൈക്കോടതിയും രൂക്ഷ വിമർശനം ഉന്നയിച്ചു. കൊച്ചി കളമശ്ശേരി HMD കമ്പനിക്ക് സമീപമുള്ള കാട്ടിൽ നിന്ന് ലഭിച്ച അജ്ഞാത മൃതദേഹം സൂരജ് ലാമയുടേതാണെന്ന സംശയത്തിലാണ് പോലീസ് മകൻ സാന്റൺ ലാമയെ വിളിച്ചു വരുത്തിയത്. എന്നാൽ പിതാവിന്റെ തിരോധാനത്തിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജിനും പോലീസിനും കേരളത്തിലെ മുഴുവൻ സിസ്റ്റത്തിനും വീഴ്ച സംഭവിച്ചുവെന്ന് സാന്റൺ ലാമ ആരോപിച്ചു. It is the system's fault. If Ernakulam Medical College had not let my father go, we wouldn't be here. If they had to follow procedure, those people told me that he can say his name. He doesn't know his name, dude. How are you lying? I have medical proof of that. I have a medical certificate from Kuwait government saying that no, this person is mentally challenged, he's gone, he's lost. തെരച്ചിലിൽ പോലീസും അലംഭാവം കാട്ടി. പിതാവിനെ ജീവനോടെ കണ്ടെത്തി നൽകാമെന്ന് കമ്മീഷണർ ഉറപ്പ് നൽകിയതാണ്. ഒടുവിൽ എല്ലാ പരിശോധനകളും നടത്തിയ സ്ഥലത്തിന് സമീപം നിന്നാണ് പിതാവിന്റേതെന്ന് സംശയിക്കുന്ന മൃതദേഹം കണ്ടെത്തിയത്. മൃതദേഹം പിതാവിന്റേത് തന്നെയാണോ എന്ന് ഉറപ്പിക്കാൻ DNA പരിശോധന നടത്തണമെന്നും സാന്റൺ ലാമ ആവശ്യപ്പെട്ടു. The commissioner of police told me I need 4 days time, I will find your father's son. It is bloody 1 month, I found his body. DSP told me, son, I will find your father. This is what is the result. അതേസമയം സൂരജ് ലാമ തിരോധാന കേസിൽ മകൻ നൽകിയ ഹേബിയസ് കോർപ്പസ് ഹർജി പരിഗണിച്ച ഹൈക്കോടതി പോലീസിനും സർക്കാരിനുമെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചു. VIP-കളെ മാത്രം സംരക്ഷിക്കലല്ല പോലീസിന്റെ പണിയെന്നും സാധാരണക്കാരന്റെ സുരക്ഷ ഉറപ്പാക്കണമെന്നും കോടതി ഓർമ്മിപ്പിച്ചു. കിട്ടിയ മൃതദേഹം സൂരജ് ലാമയുടേതല്ലെങ്കിൽ ആരുടേതാണെന്ന് അറിയിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. കുവൈറ്റ് മദ്യദുരന്തത്തിൽ ഓർമ്മ നഷ്ടപ്പെട്ട സൂരജ് ലാമ ഒക്ടോബർ 5-നാണ് കൊച്ചിയിലെത്തിയത്. ഇതിനുശേഷം നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അലഞ്ഞു നടന്നിരുന്ന ഇയാളെ ഒക്ടോബർ 10 മുതൽ കാണാതാവുകയായിരുന്നു. സൂരജ് ലാമയ്ക്കായി പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പരിശോധന നടക്കുന്നതിനിടെയാണ് സൂരജ് ലാമയുടേതെന്ന് സംശയിക്കുന്ന തരത്തിലുള്ള മൃതദേഹം കണ്ടെത്തിയത്. ജനം, കൊച്ചി.